ശരിക്കും ഒരു രാഷ്ട്രീയ നേതാവ് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് വിജയ് ചെയ്തത്. വിജയ് പറയുകയാണ്, ഇല്ല, ഇതിൽ സ്റ്റാലിന് മാത്രമാണ് പങ്കുള്ളത്. അവിടെയാണ് പക്വതയാർന്ന ഒരു രാഷ്ട്രീയക്കാരനായ സ്റ്റാലിനെ നമ്മൾ കാണുന്നത്. പെട്ടെന്ന് തനിക്ക് ഈ തമിഴക രാഷ്ട്രീയം തന്റെ കയ്യിൽ ഒതുങ്ങും, തനിക്ക് മുഖ്യമന്ത്രിയാകാം എന്നൊക്കെ വിജയ് പെട്ടെന്ന് സ്വപ്നം കണ്ടു. ഇവര് തമ്മിൽ പോരടിക്കട്ടെ, അത് കണ്ട് അതിൽ നിന്ന് എന്തെങ്കിലും സ്കോർ ചെയ്യാമെന്ന് കരുതി നിൽക്കുന്ന മറ്റൊരു കൂട്ടർ. அரசியல் நோக்கத்தோடு எதையும் சொல்ல நான் விரும்பல. திருப்பி தான் சொல்ல போறேன். ஆனா ஆணையம் அதுக்காக அமைச்சிருக்கிறோம். அந்த ஆணையத்தின் மூலமாக உண்மை வெளிவரும். அந்த உண்மை வெளிவருகிறப்ப நிச்சயமாக உரிய நடவடிக்கை எடுக்கப்படும். சார், விஜய் கைது செய்யப்படுவாரா சார்? ஆணையம் சொல்லுகிற அந்த அறிக்கையின் அடிப்படையில் உரிய நடவடிக்கை எடுக்கப்படும். யாரு கைது செய்யப்படுவார், யாரு கைது செய்ய மாட்டார், நீங்கள் கேட்கிற எந்த இடத்தோடு கேட்கிறீங்களோ அதுக்கெல்லாம் நான் உட்படுவதற்கு தயாராக இல்லை. சிஎம் சார், உங்களுக்கு ஏதாவது இந்த பழி வாங்கணும் அப்படின்ற எண்ணம் ஏதாவது இருந்துச்சுன்னா என்ன வேணாலும் பண்ணுங்க. அவங்க மேலே கை வைக்காதீங்க. நான் ஒன்று வீட்டில் இருப்பேன், இல்லை நான் ஆஃபீஸில் இருப்பேன். என்ன வேணாலும் செய்யுங்க. நண்பர்களே, தோழர்களே, நம்மளோட அரசியல் பயணம் இன்னும் ஸ்ட்ராங்காக, இன்னுം ധൈര്യത്തോടെ കണ്ടിന്യൂ ആകും. നമസ്കാരം. സ്വന്തം ജീവൻ പോലും അപകടത്തിലാക്കി സ്വന്തം നാട്ടുകാരെയും വീട്ടുകാരെയും പല പേരുകളിലായി, പല വേഷങ്ങളിലായി, പല സിനിമകളിൽ രക്ഷിച്ച നായകൻ. സമൂഹത്തെ രക്ഷിക്കുന്ന പല വെറൈറ്റി സിനിമകളിലും അഭിനയിച്ച് ബോക്സ് ഓഫീസ് ഹിറ്റ് നേടിയ നടൻ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ രാഷ്ട്രീയത്തിലേക്ക് വന്നാൽ എങ്ങനെയിരിക്കും? അതാണ് നടൻ വിജയുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. റീൽ അല്ല റിയൽ എന്ന തിരിച്ചറിവ് വിജയ്ക്കും തമിഴ് ജനതയ്ക്കും ഇപ്പോഴെങ്കിലും ഉണ്ടായി കാണുമോ? ഈ വിഷയമാണ് വനിതാ ജംഗ്ഷൻ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ശ്രീജ ഈ സൂചിപ്പിച്ചതുപോലെ കരിയറിൻ്റെ പീക്കിൽ നിൽക്കുന്ന സമയത്താണ് ഒരു രാഷ്ട്രീയ പ്രവേശനം. 35 വർഷത്തെ സിനിമാ ജീവിത ഒരു അനുഭവമുണ്ട്. അത് മതിയാകുമോ ഈ രാഷ്ട്രീയത്തിലേക്ക് കടക്കാനായിട്ട്? രാഷ്ട്രീയവും സിനിമയും ഒക്കെ ഇഴകലർന്നൊരു മണ്ണ് തന്നെയാണ് തമിഴകം. പക്ഷേ വിജയെ സംബന്ധിച്ചാണെങ്കിൽ വിജയ്ക്ക് വേണ്ടത്ര ഒരു പക്വതയില്ലായ്മ ഈ ഒരു വിഷയത്തിൽ ഉണ്ടായി എന്നാണ് എന്നെ സംബന്ധിച്ച് ഞാൻ ആദ്യമായി മനസ്സിലാക്കുന്നത്. അതിന് ഏറ്റവും ആദ്യം എടുത്തു പറയേണ്ട ഒരു ഉദാഹരണം, ഇങ്ങനൊരു ദുരന്തം സംഭവിച്ചു. ആ സമയത്ത് ഒളിച്ചോടുന്നൊരു വിജയാണ് നമ്മൾ കണ്ടത്. ശരിക്കും ഒരു രാഷ്ട്രീയ നേതാവ് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് വിജയ് ചെയ്തത്. 24 മണിക്കൂർ 48 മണിക്കൂറൊക്കെ വളരെ നിർണായകമായ സമയമാണ്. ആ സമയത്ത് ചെന്നൈയിലേക്ക് പറക്കുകയാണ് വിജയ്. അവിടെയാണ് പക്വതയാർന്ന ഒരു രാഷ്ട്രീയക്കാരനായ സ്റ്റാലിനെ നമ്മൾ കാണുന്നത്. സ്റ്റാലിൻ ആ സമയത്ത് ഈ ദുരന്തമുഖത്തേക്ക് ഓടിയെത്തുന്നത് നമ്മൾ കണ്ടു. ജനങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് അവർക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു സ്റ്റാലിനെയാണ് കണ്ടത്. പിന്നെ നമുക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യം വിജയുടെ പക്വതയില്ലാത്ത പ്രതികരണങ്ങളാണ്. പലപ്പോഴും DMK ആക്രമിക്കുന്നത് കണ്ടു. വേണം, സർക്കാരിനെയാണ് ആക്രമിക്കേണ്ടത്, അങ്ങനെയാണ് രാഷ്ട്രീയത്തിൽ ഉയർന്നു വരേണ്ടത്. പക്ഷേ പലപ്പോഴും ആ ആക്രമണങ്ങൾ വ്യക്തിപരമായി പോകുന്നു എന്നുള്ളൊരു കാര്യം അത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. അപ്പോഴും ഞാൻ എടുത്തു പറയുന്നത് സ്റ്റാലിൻ്റെ ആ ഒരു കൂർമ്മ ബുദ്ധി തന്നെയാണ്. ഇത്രയധികം താരപരിവേഷമുള്ള വിജയെ കടന്നാക്രമിക്കുന്നത് ഒരിക്കലും തനിക്ക് ഗുണമാകില്ല എന്ന് അദ്ദേഹത്തിന് നന്നായി അറിയാം. ഈ ദുരന്തം സംഭവിച്ചപ്പോൾ പോലും സ്റ്റാലിൻ്റെ പ്രതികരണം എന്തായിരുന്നു? സ്റ്റാലിൻ പറഞ്ഞത്, ഒരിക്കലും ഒരു നേതാവിന് അല്ലെങ്കിൽ ഒരു പാർട്ടിക്ക് തങ്ങളുടെ അണികൾ അല്ലെങ്കിൽ ജനങ്ങൾ അവർക്ക് ജീവൻ നഷ്ടപ്പെടുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം വന്നത്. ഒരിക്കലും വിജയ് അദ്ദേഹം നേരിട്ട് ആക്രമിച്ചിട്ടില്ല. നേരെ മറിച്ച് വിജയാകട്ടെ ഒരു വീഡിയോ ചെയ്തു. 2-3 ദിവസങ്ങൾക്കപ്പുറമാണ് വീഡിയോ ചെയ്തത്. ആ വീഡിയോയിൽ പോലും അദ്ദേഹം ആ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നില്ല. സ്വാഭാവികമായും ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടത് വിജയ് തന്നെയാണ് എന്തൊക്കെ പറഞ്ഞാലും. അപ്പോൾ സ്റ്റാലിനെ കുറ്റപ്പെടുത്തുന്ന ഒരു വിജയാണ് കണ്ടത്. ഇതൊക്കെ ഒരു രാഷ്ട്രീയ പക്വതയില്ലായ്മ തന്നെയല്ലേ സൂചിപ്പിക്കുന്നത്? വിജയ് എന്ന ഒരു നേതാവ് അല്ലെങ്കിൽ ഒരു നായകൻ സിനിമയിലേക്ക് കടക്കുമ്പോൾ വലിയൊരു ജനപിന്തുണയാണ് ലഭിക്കുന്നത്. ഈ തമിഴ് രാഷ്ട്രീയം എടുത്താൽ നമുക്ക് മനസ്സിലാകും. അതായത് അണ്ണാദുരൈ മുതൽ ഇപ്പോൾ സ്റ്റാലിൻ വരെ എത്തി നിൽക്കുന്നു, ഇപ്പോൾ വിജയ് വരെ എത്തി നിൽക്കുന്നു. ഇവർക്കൊക്കെയും ഒരു സിനിമാ പരിചയമുണ്ട്, അല്ലെങ്കിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്ന സിനിമയാണ്. വിജയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 2026 എന്ന് പറയുന്ന നിർണായക വർഷമാണ്. വിജയ് മാത്രമല്ല, തമിഴ് രാഷ്ട്രീയത്തെ മൊത്തം സംബന്ധിച്ച്. അതെ, കാരണം 2026 മത്സരിക്കുന്ന
മത്സരിക്കുന്നു, മുഖ്യമന്ത്രി വരെ ആകുമെന്ന് വിജയ് തന്നെ പറയുകയാണ്. അത് സ്റ്റാലിനെ സംബന്ധിച്ച് തങ്ങളുടെ കയ്യിൽ നിന്നും ഈ രാഷ്ട്രീയം പോകുമോ, വീണ്ടും പ്രതിപക്ഷത്തേക്കാകുമോ എന്നൊരു ആശങ്ക സ്റ്റാലിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ വിജയ് അവിടെ ഒരു പൊതുസമ്മേളനം നടത്താനായി വരുമ്പോൾ പോലീസ് അനുമതി കൊടുക്കാതിരിക്കുന്നു. വീണ്ടും അനുമതി ചോദിക്കുമ്പോഴേക്കും തരില്ല എന്ന് പോലീസിന്റെ ഭാഗത്ത് ഒരു പ്രതികരണം ഉണ്ടാകുന്നു. അതിനുശേഷം വളരെ വൈകിയാണ് അനുമതി കൊടുക്കുന്നത്. ആസൂത്രിതമായി ആരോ ഈ കയറി തനിക്ക് എതിരെ പണി തരാൻ വേണ്ടി ചെയ്തൊരു പ്രവൃത്തിയായിട്ടാണ് വിജയ് ഇതിനെ കാണുന്നത്. ഒന്നും രണ്ടുമല്ല ജീവൻ നഷ്ടമായത്. ഈ പറയുന്നത് പോലെ എത്രയധികം ആളുകൾക്കാണ് പരിക്കേറ്റത്. ഇത് സ്റ്റാലിൻ പറയുകയാണ്, വളരെ ബുദ്ധിപൂർവ്വം സ്റ്റാലിൻ പറയുന്നുണ്ട്, രാഷ്ട്രീയപരമായി ഒരു പ്രതികരണത്തിനും ഈ സമയത്ത് ഞാൻ തയ്യാറല്ല എന്ന് സ്റ്റാലിൻ പറയുമ്പോൾ വിജയ് പറയുകയാണ്, ഇല്ല, ഇതിൽ സ്റ്റാലിന് മാത്രമാണ് പങ്കുള്ളത്. താൻ വിജയിച്ച് മുന്നേറുമ്പോൾ തൻ്റെ രാഷ്ട്രീയ ജീവിതത്തിന്, തൻ്റെ രാഷ്ട്രീയ പ്രവേശനത്തിന് അവിടെ ഒരു സ്റ്റോപ്പ് ഇടാനായി സ്റ്റാലിൻ നടത്തിയൊരു പ്രവർത്തനമായിട്ടാണ്, ഒരു ഹീന പ്രവൃത്തിയായിട്ടാണ് വിജയ് ഇതിനെ കണക്കാക്കുന്നത്. ഇതൊക്കെ വായിച്ച് നോക്കുമ്പോൾ ശ്രീജയ്ക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? തീർച്ചയായും ഈ പറഞ്ഞതുപോലെ വിജയ് ഉദിച്ചുയർന്നൊരു താരമായി, ഒരു മാസ് എൻട്രി ആയിരുന്നു വിജയുടെ. പക്ഷേ ഐശ്വര്യ തുടക്കത്തിൽ സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്, പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വിജയ് ഈ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നു. അത് ഞാൻ അംഗീകരിക്കില്ല. കാരണം വിജയ് അല്പം സമയം എടുത്തിട്ടുണ്ട്. വിജയുടെ ചിത്രങ്ങളിൽ എന്നു മുതൽ രാഷ്ട്രീയം പറഞ്ഞു തുടങ്ങിയോ അന്ന് മുതൽ നമുക്ക് മനസ്സിലാക്കാം ഒരു രാഷ്ട്രീയ പ്രവേശനം അപ്പോൾ തന്നെ മണത്തിരുന്നു. അതുമാത്രമല്ല, തൻ്റെ ഈ ഫാൻസ് അസോസിയേഷൻ അദ്ദേഹം ഇതിലോട്ട് കൺവേർട്ട് ചെയ്യുകയായിരുന്നു പാർട്ടിയായി. അപ്പോഴൊക്കെ വിജയ് എന്നുള്ള ഒരു നടൻ ഒരു രാഷ്ട്രീയക്കാരനായി മാറുന്നതാണ് കണ്ടത്. ആളെ കൂട്ടുന്നത് കണ്ട് DMK മാത്രമല്ല മറ്റൊരുപാട് പാർട്ടികൾ നെഞ്ചിടിപ്പോടെയാണ് അത് കണ്ടത്. അവരൊക്കെ അസ്വസ്ഥരാണ്. അതെ, തീർച്ചയായും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണല്ലോ കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ വിജയോട് അടുക്കാൻ ശ്രമിച്ചത്. അപ്പോൾ ഇതിലൊക്കെ വ്യക്തമായ രാഷ്ട്രീയം തന്നെയുണ്ട് DMK സംബന്ധിച്ച്. പക്ഷേ അവർ പക്വതയോടുകൂടി വളരെ ലൈറ്റായിട്ടാണ് ഡീൽ ചെയ്തത് എന്നുള്ളതാണ്. എങ്ങനെ വേണം എന്നുള്ളൊരു കാര്യം വിജയെ ഒതുക്കി തീർക്കാൻ ഒരു അവസരം കിട്ടും എന്നവർ കാത്തിരുന്നു. ആ ഒരു അവസരം വന്നു ചേർന്നതായിരുന്നു ഈ കരൂർ ദുരന്തത്തിൻ്റെ ഒരു രൂപത്തിൽ. ആ സമയത്ത് സമചിത്തതയോടെ വിജയ് പെരുമാറിയില്ല എന്നുള്ളിടത്താണ് വിജയ് എന്നുള്ളൊരു തുടക്കക്കാരൻ്റെ ഒരു തോൽവി എന്ന് പറയുന്നത്. അതിൽ ഞാൻ ഇപ്പോഴും അങ്ങനെ തന്നെ പറയുകയാണ്. DMK ഈ ഒരു സിറ്റുവേഷൻ കൃത്യമായി മുതലെടുത്തു. ഇനി ഞാൻ ചോദിക്കട്ടെ, ഈ റാലിയോടുകൂടി മുന്നോട്ട് പോകാനായിരുന്നു വിജയുടെ ഒരു തീരുമാനം. ഇനി എങ്ങനെ ഈ റാലി വിജയ് മുന്നോട്ട് കൊണ്ടുപോകും? കോടതി സമ്മതിക്കുമോ? ഇനി ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കില്ലേ എന്നുള്ള ചോദ്യം കോടതി സ്വാഭാവികമായും ഉന്നയിക്കില്ലേ? കോടതി സമ്മതിച്ചാൽ തന്നെ എങ്ങനെ ജനങ്ങൾ ഇതിനൊരു പിന്തുണ നൽകുമോ? അതുകൊണ്ട് തന്നെ വിജയുടെ ഒരു രാഷ്ട്രീയ ഭാവി എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമായി അങ്ങനെ നിൽക്കുകയല്ലേ ഐശ്വര്യ? ഈ രാഷ്ട്രീയ ഭാവിയാണെങ്കിലും ശരി തന്നെയാണ്, ഈ സിനിമാ ജീവിതമാണെങ്കിലും ശരി തന്നെയാണ്, ഒരു ചോദ്യചിഹ്നത്തിൽ നിൽക്കുകയാണ്. കാരണം ഇത്ര പക്വതയില്ലാതെ ഒരു നേതാവ് പെരുമാറി കഴിഞ്ഞാൽ ആ ഒരു നേതാവിൻ്റെ അല്ലെങ്കിൽ ഒരു നായകൻ്റെ സിനിമ ഇനി ജനങ്ങൾ എങ്ങനെ കയ്യിലെടുക്കും എന്നുള്ളതൊരു ചോദ്യചിഹ്നമാണ്. മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ ഈ ആൾക്കൂട്ടത്തിൻ്റെ കാര്യം പറഞ്ഞു. നമുക്ക് ഈ ആൾക്കൂട്ട ദുരന്തങ്ങൾ ഉണ്ടാകുന്നത് ആദ്യത്തെ സംഭവമല്ല. ഇതിന് മുൻപ് ഇതെടുത്തു കഴിഞ്ഞാൽ IPL ജയിക്കുന്നു, RCB ജയിക്കുന്നു. ജയിച്ചതിന് ശേഷം എന്താണ് സംഭവിച്ചത്? ഹൈദരാബാദിൽ വലിയൊരു ദുരന്തമാണ് ഉണ്ടായത്. എന്നിട്ട് നമ്മുടെ ജനത ഇതൊന്നും കണ്ടിട്ട് പഠിച്ചിട്ടില്ല. കാരണം തിക്കിലും തിരക്കിലും എത്രയധികം ആളുകളാണ് ജീവൻ നഷ്ടമായത്, എത്ര പേർക്കാണ് പരിക്കേറ്റത്. പക്ഷേ അത്തരം ഉദാഹരണങ്ങൾ മുൻപിലുണ്ടെങ്കിലും ഒരു നേതാവ് അല്ലെങ്കിൽ ഒരു നായകൻ അല്ലെങ്കിൽ സിനിമയിൽ അത്രയേറെ കൊടികുത്തി വാഴുന്ന ഒരാൾ വന്നു കഴിഞ്ഞാൽ ഒരു ആൾക്കൂട്ടം അതിന് പിന്നാലെയാണ്. വിജയുടെ ഈ ഒരു റാലിയിലും സംഭവിച്ചത് കുട്ടികളാണ് ഏറ്റവും കൂടുതൽ അപകടത്തിൽപ്പെടുന്നതും പരിക്കേറ്റതും ഒക്കെ കുട്ടികൾക്കാണ്. അത് ഈ വീട്ടുകാരുടെ ഒരു പക്വത ഇല്ലായ്മയാണ്. അല്ലെങ്കിൽ കുട്ടികളെ ഉപയോഗിച്ച് ഈ ഒരു നേതാവിനെ കാണാനും ഈ പറഞ്ഞതുപോലെ താരപരിവേഷമുള്ള ആളാണ്, വിജയാണ്, തമിഴ് സിനിമയെ കൊടുകുത്തി വാഴുന്ന നായകനാണ്. ആ ഒരു നായകനെ കാണാനായിട്ട് ഈ ആളുകളൊക്കെയും ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു അപകടത്തിൻ്റെ വ്യാപ്തി അത്രയും വലുതായിരുന്നു. നമുക്ക് മുന്നിൽ 1 or 2 അല്ല ഉദാഹരണങ്ങളുള്ളത്. എത്ര ആൾക്കൂട്ട ദുരന്തങ്ങളാണ് നമ്മുടെ മുന്നിൽ ഉണ്ടായിട്ടുള്ളത്. പക്ഷേ വിജയെ പോലെ തന്നെ ജനങ്ങളും ഇത് പഠിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇത്രയും മരണങ്ങളും ഉണ്ടായത്, അല്ലേ ഐശ്വര്യ? ഞാൻ ഈ ഒരു ദുരന്തത്തിൽ 2 പേരെ കുറ്റപ്പെടുത്തുന്നുണ്ട്. ഒന്ന് സർക്കാരിനെയും ഒന്ന് വിജയെ തന്നെയാണ് ആദ്യമായി ഞാൻ കുറ്റപ്പെടുത്തുന്നത്. കാരണം അദ്ദേഹത്തിന് അറിയാമായിരുന്നു താനൊരു സിനിമാ നടനാണ്, അപ്പോൾ തന്നെ ചുറ്റിപ്പറ്റി ഒരുപാട് ആളുകൾ എത്തിച്ചേരുമെന്നുള്ളത്. അവിടെ ആ ഒരു തിരക്ക് നിയന്ത്രിക്കാൻ അദ്ദേഹത്തിനോ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കോ സാധിച്ചില്ല എന്നുള്ളത് ഒരു കാരണം. അദ്ദേഹം വളരെ വൈകിയാണ് ആ സ്ഥലത്ത് എത്തിയത്. ആളുകൾ വിശന്നു വലഞ്ഞ് കാത്തിരിക്കുകയാണ്, വിജയ് എന്ന നടനെ കാത്തിരിക്കുകയാണ്, രാഷ്ട്രീയ നേതാവിനെ കാത്തു നിൽക്കുകയാണ് ആളുകൾ. അവർക്ക് നേരെ അദ്ദേഹം ഇങ്ങനെ വെള്ളമൊക്കെ വലിച്ചെറിഞ്ഞ് കൊടുക്കുകയാണ്. അപ്പോൾ അത് എത്തിപ്പിടിക്കുകയാണ് ആളുകൾ. അവരെ സംബന്ധിച്ച് ഒരു നടനിൽ നിന്ന് അത് കൈക്കലാക്കുന്നു എന്നത് ഒരുപക്ഷെ ദാഹത്തെക്കാൾ ഉപരി അവരെ സംബന്ധിച്ച് ഒരു നടനിൽ നിന്നാണല്ലോ, നടൻ
കൈവച്ച ഒരു കുപ്പി കയ്യിൽ കിട്ടുകയാണ്. തമിഴകം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയാണ്. അതൊക്കെ ശരിക്കും ഒരു നേതാവിന് ചേർന്നതാണോ എന്നുള്ളൊരു ചോദ്യം അതവിടെ നിൽക്കട്ടെ. DMK സർക്കാരിനെ സംബന്ധിച്ചാണെങ്കിലും സർക്കാരിന് ഇപ്പോൾ ഊഹിക്കാം, ഇപ്പോൾ 10,000 പേരാണ് വരുമെന്ന് പറയുന്നു, എങ്കിൽ 20,000 പേർക്കുള്ള സൗകര്യം ഒരുക്കുന്നു. പക്ഷേ എങ്കിൽ പോലും ബാക്കിയുള്ളവരെ എന്തുകൊണ്ട് അവർക്ക് നിയന്ത്രിക്കാൻ പറ്റിയില്ല എന്നുള്ളൊരു ചോദ്യം അത് തന്നെയാണ് DMK സർക്കാരിനോട് മറ്റു പാർട്ടികളും BJP അടക്കമുള്ളവരൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ ചോദ്യങ്ങൾ അങ്ങനെ തുടരുകയാണ്. ഈ പറഞ്ഞതുപോലെ ഈ രാഷ്ട്രീയ പ്രവേശനം ഈ സിനിമയിലൂടെ വന്നു എന്ന് കരുതി എല്ലാവരും ശോഭിക്കണം എന്നൊന്നുമില്ല. MGRും ജയലളിതയും ഒക്കെ അല്ലാതെ ഈ ഒരു സ്റ്റാർഡത്തെ ഈ രാഷ്ട്രീയ ശക്തിയാക്കി മാറ്റാൻ മറ്റാർക്കാണ് സാധിച്ചിട്ടുള്ളത്? നമ്മൾ കണ്ടതാണ്. വിജയകാന്ത്, ഒടുവിൽ കമൽഹാസൻ വരെ, അവർ വരെ പരാജയപ്പെട്ടിടത്താണ്. ഒരുപക്ഷെ രജനീകാന്ത് തുടക്കമിട്ടിട്ട് പിന്നോട്ട് പോയതൊക്കെ ഇതൊക്കെ കൊണ്ട് തന്നെ ആകാം. കളികൾ അറിഞ്ഞ് അല്ലെ, അല്ലെങ്കിൽ അങ്ങനെ കളമറിഞ്ഞ് കളിക്കണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. വിജയെ സംബന്ധിച്ച് വിജയ് നായകനായിട്ടേ ഉള്ളൂ, ഒരിക്കലും വില്ലനായിട്ടില്ല. അപ്പോൾ നായക പരിവേഷത്തിൽ നിന്ന് സിനിമകളൊക്കെയും അങ്ങനെ ചെയ്യുന്നു. അപ്പോൾ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ ജനങ്ങളെ കയ്യിലെടുക്കാം, തൻ്റെ ആരാധകരെ ഈ തൻ്റെ തമിഴക വെട്ട് കഴകം എന്ന പാർട്ടിയിലേക്ക് ഉപയോഗിക്കാം എന്ന് വിജയ് കരുതി. പക്ഷേ അവിടെയാണ് വിജയ്ക്ക് തെറ്റിയത്. കാരണം ഇത്തരം അപകടങ്ങളൊന്നും വിജയ് നേരത്തെ മുൻകൂട്ടി കണ്ടിട്ടില്ല. അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നേതാവ് എപ്പോഴും കാണേണ്ടത് അങ്ങനെയാണ്. തന്നെ വിശ്വസിക്കുന്ന അണികളെ കാത്തു സൂക്ഷിക്കണം, അവരുടെ കൂടെ നിൽക്കണം എന്നുള്ളതാണ് ഒരു നേതാവ് ചെയ്യേണ്ട ആദ്യത്തെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത്. അവിടെ തന്നെ വിജയ്ക്ക്, നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ, അവിടെയാണ് വിജയ്ക്ക് ആദ്യം പിഴച്ചത്. അപകടമുണ്ടാകുമ്പോൾ തന്നെ വിജയ് ഈ വരാൻ അത്ര സ്പീഡില്ലായിരുന്നു, പക്ഷെ പോകാൻ നല്ല സ്പീഡാണ് കാണിച്ചത്. അത്ര വേഗത്തിലാണ് വിജയ് ചെന്നൈയിലേക്ക് പറഞ്ഞത്. തീർച്ചയായും അതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ അവിടെ ജനം വിലയിരുത്തും വിജയ് എന്നുള്ള ഒരാളെ. എന്തൊക്കെ പറഞ്ഞാലും ഈ രാഷ്ട്രീയം വേറെ, സിനിമ വേറെ തന്നെയാണ്. നമുക്ക് വിജയുടെ ഈ പ്രസംഗങ്ങളൊക്കെ കണ്ടാൽ അറിയാം, സ്റ്റാലിനെതിരെ വളരെ രൂക്ഷമായ ആക്രമണങ്ങളാണ് വാക്കുകളിലൂടെ വിജയ് തൻ്റെ പൊതുസമ്മേളനങ്ങളിലൊക്കെയും റാലികളിലൊക്കെയും നടത്തിയത്. അതിനുശേഷം ഈ ഒരു അപകടം ഉണ്ടായതിനു ശേഷവും വിജയ് ഉന്നം വയ്ക്കുന്നത് സ്റ്റാലിനെ തന്നെയാണ്. ഈ രാഷ്ട്രീയം അറിയാതെ ഇറങ്ങിക്കഴിഞ്ഞാൽ അത് ഭാവിയിലേക്ക് ഒരു പോക്കിന് അപകടമാകുമെന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. പെട്ടെന്ന് തനിക്ക് ഈ തമിഴക രാഷ്ട്രീയം തൻ്റെ കയ്യിൽ ഒതുങ്ങും, തനിക്ക് മുഖ്യമന്ത്രിയാകാം എന്നൊക്കെ വിജയ് പെട്ടെന്ന് സ്വപ്നം കണ്ടു. അവിടെയാണ് ആ സ്വപ്നങ്ങൾക്കാണ് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ വിള്ളൽ അല്ലെങ്കിൽ ഒരു കരിനിഴൽ വീണിരിക്കുന്നത്. ഇനി വിജയുടെ ഭാവി എന്താകുമെന്ന് കാത്തിരുന്ന് തന്നെ കാണേണ്ട ഒരു കാര്യമാണ്. വിജയ് ജയിലിലാകും എന്നുള്ള കാര്യത്തിൽ വലിയ സംശയമൊന്നുമില്ല. കാരണം അല്ലു അർജുൻ്റെ കാര്യം നമുക്ക് എടുക്കുകയാണെങ്കിൽ, ഒരു സിനിമ പ്രൊമോഷനായി വന്ന സമയത്ത് ഒരു അത്രയും തിക്കിലും തിരക്കിലും ഒരു പെൺകുട്ടി മരിക്കുന്നു. അതിനുശേഷം അല്ലു അർജുൻ അറസ്റ്റിലാവുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇത്രയും വലിയൊരു അപകടം ഉണ്ടായ സ്ഥിതിക്ക് അതിലും വിജയ്ക്ക് മാത്രമാണ് ഉത്തരവാദിത്തമുള്ളത്. വിജയ് എന്നൊരു വ്യക്തിയെ കണ്ടിട്ടാണ് അത്രയും ആളുകൾ അങ്ങോട്ടേക്ക് ഒഴുകിയെത്തിയത്. വിജയ് തൻ്റെ വീഡിയോയിലും കൃത്യമായി പറയുന്നുണ്ട്, ഇതിൻ്റെ ഉത്തരവാദിത്തം എനിക്കാണ്, എൻ്റെ സംഘാടകർക്കല്ല, സ്റ്റാലിൻ എനിക്കെതിരെ നടപടിയെടുക്കൂ എന്നും വിജയ് പറയുന്നുണ്ട്. അതിപ്പോൾ വിജയ് പറഞ്ഞില്ല എങ്കിലും കോടതി വിജയ് അപ്പോഴും ഏറ്റെടുത്തിട്ടില്ല. അവിടെ ഞാനൊരു തിരുത്ത് വരുത്തുകയാണ്. ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടില്ല. എന്തെങ്കിലും വേണമെങ്കിൽ എന്നോടായിക്കോളൂ മുഖ്യമന്ത്രി, എൻ്റെ അണികളോടാകരുത് എന്നുള്ളതാണ്. ഉത്തരവാദിത്തം ഏറ്റെടുക്കാതിരുന്നപ്പോഴാണ് വിജയ് എന്നുള്ളൊരു രാഷ്ട്രീയ നേതാവിനെ ഞാൻ അവിടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഞാൻ എതിർത്തത്. പുതിയ രാഷ്ട്രീയ പാർട്ടികൾ വരേണ്ടത് തന്നെയാണ്. കാരണം DMK ആണെങ്കിലും ശരി തന്നെയാണ്, അണ്ണാ DMK ആണെങ്കിലും ശരി തന്നെയാണ്, എല്ലാം ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. ചെയ്യുന്ന തെറ്റുകൾ, ശരികളെയും തെറ്റുകളെയും, ഈ തെറ്റുകൾ ചെയ്യുമ്പോൾ അത് ചോദ്യം ചെയ്യാൻ പുതിയ രാഷ്ട്രീയ പാർട്ടികളും വേണം എന്നുള്ളത് തന്നെയാണ്. ഒരു ജനാധിപത്യ രാജ്യത്ത് ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. പക്ഷേ ഈ തമിഴക വെട്ട് കഴകം പോലുള്ള പാർട്ടികൾ വരുമ്പോഴേക്കും അവർ ഈ ഇടപെടൽ, അല്ലെങ്കിൽ എങ്ങനെ ജനങ്ങളെ കൈകാര്യം ചെയ്യണം, എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളതും അവർ അത് കൃത്യമായി കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. ഈ ഒരു ദുരന്തം രാഷ്ട്രീയമാനം കൈവരിച്ചത് എത്ര പെട്ടെന്നായിരുന്നു അല്ലേ? വിജയെ ആക്രമിക്കുന്ന ഒരു വിഭാഗം, DMK ആക്രമിക്കുന്ന മറ്റൊരു വിഭാഗം, ഇവർ തമ്മിൽ പോരടിക്കട്ടെ, അത് കണ്ട് അതിൽ നിന്ന് എന്തെങ്കിലും സ്കോർ ചെയ്യാമെന്ന് കരുതി നിൽക്കുന്ന മറ്റൊരു കൂട്ടർ. അങ്ങനെ ഇതൊരു വലിയ രാഷ്ട്രീയ കളിയായി തന്നെ മാറിയിരിക്കുകയാണ് അല്ലേ? എന്തായാലും മാസായിട്ടായിരുന്നു വിജയുടെ രാഷ്ട്രീയത്തിലേക്കുള്ള എൻട്രി. ആൾക്കൂട്ടങ്ങൾക്കിടയിൽ രാഷ്ട്രീയം പറഞ്ഞ് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങാൻ തയ്യാറെടുക്കവെയാണ് നെഞ്ചുലഞ്ഞ കരൂർ ദുരന്തം. തമിഴകത്ത് രാഷ്ട്രീയ കൊടുങ്കാറ്റായി വീശിയടിക്കാനൊരുങ്ങിയ വിജയുടെ രാഷ്ട്രീയ ഭാവി ഇനി എന്താകും? പകുതി പോലും എത്താത്ത റാലി ഇനി പൂർത്തിയാക്കാനാകുമോ? അഥവാ റാലിയുമായി മുന്നോട്ട് പോയാലും അതിന് ജനങ്ങളുടെ പിന്തുണ എത്ര കണ്ടുണ്ടാകും? തമിഴകത്തെ ആകാംക്ഷ തീരുന്നില്ല.